ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു നല്ല ചിക്കൻ കറി വെക്കാം. 1.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി വലിയ 2 സവോള, 3 പച്ചമുളക്, 2 ചെറിയ തക്കാളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, മുഴുത്ത ഒരു തുടം വെളുത്തുള്ളി, ഇതാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ വെക്കാനുള്ള പാത്രം ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് നന്നായി വഴറ്റാം. വെളുത്തുള്ളി വഴന്നു വരുമ്പോൾ 3 പച്ചമുളക് നീളത്തിൽ കീറിയതും നീളത്തിൽ അരിഞ്ഞ ഇഞ്ചിയും ചേർത്ത് നന്നായി വഴറ്റാം. ഇവ വഴന്നു വരുമ്പോൾ ഒരു പിടി കരിയാപ്പില കൂടി ഇട്ട് നന്നായി വഴറ്റിക്കൊടുക്കാം. അതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് അല്പം ഉപ്പ് കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ചിക്കൻ കറിക്ക് സവോളയൊക്കെ കൂടുതൽ ചേർക്കുന്നത് വളരെ ടേസ്റ്റിയാണ്. നമ്മൾ തക്കാളിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഈ സവോളയുടെ മധുരമൊന്നും ഉണ്ടാവില്ല. തക്കാളി ചേർക്കുമ്പോൾ നല്ലൊരു പുളിപ്പുണ്ടാവും. നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 തക്കാളി ചെറുതായിരുന്നു അതുകൂടെ ചേർത്ത് നന്നായി വഴറ്റാം. തക്കാളി ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാത്തതുകൊണ്ട് നമുക്കത് കുറച്ച് സമയത്തേന് മൂടി വെക്കാം. ചെറിയ തീയിൽ അങ്ങനെ വേവിച്ചെടുക്കാം. വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു 3 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ചെറുതീയിൽ ചൂടാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ വഴറ്റാൻ വെച്ചിരുന്ന തക്കാളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇപ്പോൾ ചൂടാക്കിയെടുത്ത പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചിക്കൻ കറിക്ക് പ്രത്യേകം മസാല നമ്മൾ ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ച ഗരം മസാലപ്പൊടിയാണ്. അത് ഒരു 1/2 സ്പൂണോളം ചേർത്തു. പിന്നെ ചൂടുള്ള 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഈ അരപ്പിനെ നമുക്കൊന്ന് ഗ്രേവി ആക്കി എടുക്കാം. അപ്പോൾ കറിക്ക് ആവശ്യമുള്ള ബാക്കി ഉപ്പ് കൂടെ ചേർത്ത് ആവശ്യത്തിന് ഒരു പിടി കരിയാപ്പലയും കൂടെ ചേർത്ത് നന്നായി ഗ്രേവി ഒന്ന് തിക്കായി വരുന്നവരെ ചൂടാക്കാം. ചൂടായ ഗ്രേവിയിലേക്ക് കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1.5 കിലോ ചിക്കൻ കൂടി ഇട്ട് കൊടുത്ത് നന്നായി എല്ലാ ഭാഗത്തും ഇളക്കെത്തുന്ന രീതിയിൽ നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറുതീയിൽ തട്ടിപ്പൊത്തി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. സിമ്മിലിട്ടാൽ മതി. ഒരു 25 മിനിറ്റ് കൊണ്ട് ചിക്കൻ കറി റെഡിയാകും. ഏകദേശം റെഡിയായി വരുമ്പോഴേക്കും 1 സ്പൂൺ കുരുമുളക് പൊടിയും 2 അല്ലി വെളുത്തുള്ളി വെറുതെ ഒന്ന് ചതച്ചതും 2-3 കരിയാപ്പലയും കൂടി ഇട്ട് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ അതൊന്ന് റെഡിയാകാൻ വേണ്ടി ചെറുതീയിൽ മൂടി വെച്ച് വേവിക്കാം. ഇങ്ങനെ ചെയ്താൽ ഈ ചിക്കൻ കറി വെന്ത് റെഡിയായി വരുമ്പോൾ പ്രത്യേക ഒരു സ്വാദും ഗുണവും മണവും ഒക്കെ ഉണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്തൊന്ന് നോക്കണേ. ഇങ്ങനെ വെക്കുന്ന ചിക്കൻ കറി അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീയിൽ നിന്ന് വാങ്ങിയ പാടെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് അല്പം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ എടുത്തുപയോഗിക്കാം. താങ്ക് യു.